ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം പോവുകയാണ്. ഒരു 2 ഡേയ്സ് ട്രിപ്പ്. നമ്മൾ മാവേലി എക്സ്പ്രസ്സിനാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് ഡിലേ ആണ് ട്രെയിൻ. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ നമുക്ക് RAC ആണ് കിട്ടിയത്. അപ്പോൾ ഒറ്റ സീറ്റ് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോൾ TT അടുത്ത് സംസാരിച്ചപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ആരെങ്കിലും വന്നില്ലെങ്കിൽ സീറ്റ് അലോട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് തിരൂരൊക്കെ എത്തിയപ്പോൾ സീറ്റൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തിയത് ഓൺ ടൈമിൽ തന്നെയാണ്. അങ്ങനെ നമുക്ക് അവിടുന്ന് ഡിലേ ആണെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും അയാനും ഒരു ബർത്ത് തന്നെയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി ഇവിടെ എത്തി. അപ്പോൾ ശമ്പുവേട്ടൻ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ശമ്പുവേട്ടന് ഇപ്പോൾ ഒരു ബേബി ഗേൾ കൂടെ ഉണ്ടായി. അപ്പോൾ ആ ബേബീനെ കാണാനാണ് നമ്മൾ മെയിനായിട്ട് ട്രിവാൻഡ്രത്ത് വന്നത്. ലച്ചു അയാൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അയാനാണെങ്കിൽ ആ ഫസ്റ്റ് ടൈം കണ്ട ആ ഒരു നാണവും അങ്ങനെയൊക്കെ ആയിട്ട് അവൻ എന്തൊക്കെയോ ഉത്തരം പറയുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഫേസ് നോക്കിയാൽ അറിയാം, ആ ഒരു ചമ്മലും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവൻ്റെ ഫേസിൽ. ഡ്രൈവറുടെ പേര് സ്പൾബർഗ് എന്നാണ്. നമ്മളവിടെ അവരുടെ വീട്ടിലെത്തി ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ഫ്രഷൊക്കെ ആയി. അപ്പം ഇന്ന് നല്ല ക്ലൈമറ്റാണ്, വെയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലൊന്ന് ട്രിവാൻഡ്രം സൂ പോവാം. അപ്പോൾ അയാനും ലച്ചുവിനും നല്ല ഹാപ്പി ആയിരിക്കുമല്ലോ. നമുക്കത്ര സൂവിലൊന്നും വലിയ എൻജോയ്മെൻ്റ് ഇല്ലെങ്കിൽ അവർക്ക് ഈ ആനിമൽസിനെല്ലാം കാണുമ്പോൾ സന്തോഷമാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യം അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ എത്തി. കാറ് കുറച്ചിങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ സൂവിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ കുറേ മഞ്ചാടി ഇങ്ങനെ വീണ് എടുക്കുന്നു. അപ്പം നമ്മൾ പണ്ട് കുട്ടിയായ സമയത്ത് ഇങ്ങനെ മഞ്ചാടിയെല്ലാം പെറുക്കിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് റോഡിൽ തന്നെ ഇരുന്നിട്ട് ഞാനും പെറുക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ ലച്ചുവും തുടങ്ങി പെറുക്കാൻ. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു സൂവിൽ ഓൾമോസ്റ്റ് ഒരുപാട് മഞ്ചാടി മരമുണ്ട്. പിന്നെ എവിടെ മഞ്ചാടി കാണുന്നോ ലച്ചോടെ ഇരുന്ന് മഞ്ചാടി എടുത്ത് പെറുക്കും, എനിക്ക് തരും. കുറേ ഞാൻ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്കും മതിയായി. അപ്പോൾ നമ്മൾ സൂവിൻ്റെ ഉള്ളിലെത്തി. അവിടെ അക്വേറിയം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അക്വേറിയത്തിലേക്കുള്ള ഗേറ്റ് പാസ് വാങ്ങിച്ച് നമ്മൾ അക്വേറിയത്തിൽ കയറുമ്പോൾ അപ്പോൾ സൈഡിൽ തന്നെ പോണ്ടിൽ വലിയ 2 മീനൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ലച്ചു അയാനും വന്ന് കാണിച്ചു തന്നെ അതിൽ വലുത് മീനുണ്ട്. നമ്മളത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ നോക്കി ജസ്റ്റ് ഉള്ളിലൊക്കെ കയറി. അതിൻ്റെ ഉള്ളിൽ ചെറുതാണ്, അത്ര ഒരുപാട് മീനൊന്നുമില്ല, കുറച്ച്. അപ്പോൾ ജസ്റ്റ് കണ്ട് നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അത് ഒരുപാടൊന്നും നടന്ന് കാണാനൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ സൂവിലേക്കുള്ള നടത്തം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നല്ല വെയിലായിരിക്കും, അങ്ങനെ കുടയെടുത്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മരമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നടന്ന് കുറച്ച് കാണുമ്പോഴേക്കും ലച്ചുവിൻ്റെ കാലിന് എന്തോ വേദന വന്നു. ശരിക്കും ഉഷാർ ജമ്പ് ചെയ്യും. അയാനും നടന്നിട്ട് കാല് വേദനയൊക്കെ തുടങ്ങി, എടുക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മാക്സിമം മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനെല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ലച്ചുവിനും കാല് വേദന തുടങ്ങി. അങ്ങനെ ലച്ചുവിനെയും എടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ നടന്ന് അവസാനം ഇതെന്താ കഴിയാത്തതെന്ന് വിചാരിച്ചു. എന്നാൽ സിംഹത്തിനോട്ട് കാണാനും പറ്റിയില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ രണ്ടാൾക്കും കുറച്ച് സമാധാനമായി. അവിടുന്ന് നമ്മൾ പിന്നെ വേഗം വീട്ടിൽ പോയി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ഈവനിങ് ആയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ അവിടെ മുല്ലപ്പൂ കണ്ടു. അപ്പോൾ അതാ അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത്. പിന്നെ ഞാൻ പോയി മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. വലിയ റഷൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ലേഡീസിന് സെക്യൂരിറ്റി ചെക്കിങ്ങിൽ കുറച്ച് ടൈം എടുക്കും. എന്നാൽ നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കയ്യിലൊന്നുമില്ലാതെ പോകുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയറാം. എങ്ങനെയായാലും ലേഡീസിന് സെക്യൂരിറ്റി ചെക്കിങ്ങിൽ നല്ല ടൈം എടുക്കണം. ജെൻസിന് ഡയറക്റ്റായിട്ട് കയറാം. അപ്പോൾ നമ്മൾ തൊഴുതു ഇറങ്ങി. അപ്പോൾ ഇവർക്ക് വീണ്ടും വിശപ്പിൻ്റെ അസുഖം വന്നു. അപ്പോൾ 2 പേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ പുറത്തുനിന്നൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഉള്ളിൽ പിന്നെ ഫോൺ അലൗഡ് അല്ലല്ലോ.
അവിടുന്ന് നമ്മൾ പോയത് പഴവങ്ങാടി ഗണപതി ടെമ്പിളിലാണ്. അവിടുന്ന് അത് കുറച്ചേ ഉള്ളൂ ദൂരം. അപ്പോൾ നമ്മൾ അവിടെയും പോകണം. പിന്നെ നമ്മൾ ആറ്റുകാലിലും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 ടെമ്പിളിൽ എന്തായാലും പോകണമെന്ന്. അപ്പോൾ പഴവങ്ങാടി എത്തിയപ്പം നമ്മൾ തേങ്ങ വാങ്ങിച്ചു. അവിടെ തേങ്ങ മുട്ട് അവിടുത്തെ പ്രധാനമാണ് നമ്മൾ എല്ലാവരും പറഞ്ഞു തന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ തേങ്ങയൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉള്ളിൽ കയറുന്ന വരെയുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 3 ആളും തേങ്ങയൊക്കെ മുട്ടി. അപ്പം ലച്ചു തേങ്ങ മുട്ടുന്ന കണ്ടപ്പോൾ അയ്യാനും മുട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി തേങ്ങയൊക്കെ വാങ്ങിച്ചു. തേങ്ങ ഉടച്ചു. പക്ഷേ അയാണ്ടത് അങ്ങനെ ഉടഞ്ഞില്ല, അവന് അത്രയല്ലേ ശക്തിയുള്ളൂ. പിന്നെ നമ്മൾ നേരെ ആറ്റുകാലിലെത്തി. ആറ്റുകാലിൽ നിന്ന് നമ്മൾ നാരങ്ങ വിളക്കാണ് കത്തിച്ചത്. അതും അവിടെ നിന്ന് വാങ്ങിച്ചു. ഞാനും ലച്ചും കൂടെ കത്തിച്ചു. അയാനും ടയേർഡായി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാനും ശമ്പോട്ടറും വണ്ടിയിലിരുന്നു. നമ്മൾ 3 പേരും പോയി നാരങ്ങ വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ മെയിൻ പ്ലാൻ നമുക്ക് ലുലു മാളിൽ പോകണം. ലുലു മാളിൽ പോകുന്നതിൻ്റെ മറ്റൊരു കാര്യം, അയാന് നമ്മൾ ബാഗ് ഇവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് നോക്കിയിട്ട് ഒന്നും അത്ര ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ട്രിവാൻഡ്രം പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാമല്ലോ. ഈ വീട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു മരമാണ്. ഈ റൈറ്റ് സൈഡിലൊരു മരമുണ്ട്, അത് ഭയങ്കര ഭംഗിയാണ്. ഈ വീട്ടിൻ്റെ ഏറ്റവും ഭംഗി ആ ഒരു മരമാണ്. അത് ഞാൻ മുന്നേ ഇവിടെ വന്നപ്പോൾ എനിക്കത് അത്ര ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ഭംഗിയുണ്ട് ആ ഒരു മരം കാണാൻ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് തോന്നുന്നു നമ്മൾ ലുലുവിലെത്തുമ്പം തന്നെ ഓൾമോസ്റ്റ് 1 o'clock ആയി. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ വിചാരിച്ചു ലഞ്ച് കഴിക്കാമെന്ന്. ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ പാരഗണിൽ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സെൽഫി ടീ ടൈമോ അങ്ങനെ എന്തോ ഷോപ്പിൻ്റെ പേര്, അവിടെ നിന്ന് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഓർഡർ ചെയ്തു. കുറച്ചേ വാങ്ങിച്ചുള്ളൂ, കാരണം ഇനിയിപ്പം ചോറ് കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അത് വാങ്ങിച്ചു. ഒരു മിൽക്ക് ഷേക്കും വാങ്ങിച്ചു. 2 പേരും അത് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി വന്നു. നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പം 3 മട്ടൻ ബിരിയാണിയും 1 നൂഡിൽസും, ലച്ചുവിന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. നല്ല ബിരിയാണിയായിരുന്നു. മട്ടനെല്ലാം നല്ല പോലെ വന്നു, നല്ല ബിരിയാണിയായിരുന്നു. നൂഡിൽസും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമുക്ക് ടേസ്റ്റ് ഒന്നുമില്ല അങ്ങനെയൊന്നും പറയാനില്ല, നല്ല ഫുഡായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചു. അങ്ങനെ കുറച്ച് ബിരിയാണി എന്തോ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും എല്ലാം കഴിച്ചു. നമ്മൾ വരുന്ന വഴിക്ക് മഹാബോളി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ബോളിയും പായസം വാങ്ങിച്ചിരുന്നു. നമുക്ക് ബോളി കഴിക്കണമെന്ന് തോന്നി. നമ്മുടെ കണ്ണൂർ സൈഡൊന്നും അങ്ങനെ ബോളിയും പായസം ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അതും കൂടെ വാങ്ങിച്ചു. അതും അവിടെ നിന്ന് തന്നെ ഫുഡ് കോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. കുഴപ്പമില്ല, നമ്മൾ മുന്നേ ഇവരെ വീട്ടിൽ വന്നപ്പോൾ കഴിച്ച ബോളീൻ്റെ അത്ര ടേസ്റ്റ് നമുക്ക് തോന്നിയില്ല. നമുക്ക് അവരെ വീട്ടിൽ നിന്ന് കഴിച്ചതായിരുന്നു കുറച്ചും കൂടെ ഇഷ്ടമായത്. പിന്നെ ശമ്പോട്ടനും അയാനും ലച്ചും നേരെ ഫൻചൂറിൽ പോയി കളിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ വെഡ് സൈഡിൽ പോകാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ടു. അപ്പം ഞാനിവിടുന്ന് ഒരു ഇത് വാങ്ങിച്ചു. മുന്നേ ഞാൻ ബാംഗ്ലൂർ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയപ്പം ഇതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ 800-900 സംതിങ്ങാണ് പറഞ്ഞത്. അവിടെ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ റേറ്റ് കുറവായതുകൊണ്ട് ഞാനിവിടുന്ന് ഒറ്റെണ്ണം വാങ്ങിച്ചു. നമ്മളങ്ങനെ മിനിയൂസോയിൽ ജസ്റ്റ് കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മിനിയൂസോയിൽ കയറാൻ. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് അവിടുത്തെ സാധനങ്ങളും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ നടന്ന് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോപ്പിൽ കയറിയിട്ട് അയാൻ്റെ ബാഗ് നോക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇത് അവിടെ എന്തോ ബാക്ക് ടു സ്കൂൾ എന്നും പറഞ്ഞിട്ട് എന്തോ സെയിൽ നടക്കുന്നുണ്ട്. അവിടെയും കയറി നോക്കി. പക്ഷേ എങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബാഗ് ഇതുവരെ കണ്ടില്ല. നമ്മൾ ലുലുവിൻ്റെ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു ഇവിടെയും പോയി. പക്ഷേ നമുക്ക് ബാഗൊന്നും ഇഷ്ടമായില്ല. ഈ ഒരു ബോക്സ് കണ്ടു ഇഷ്ടപ്പെട്ടു. അവനും കാറൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇത് വാങ്ങിച്ചു. നമ്മൾ പിന്നെ പൗച്ച് നോക്കിയിരുന്നു. പൗച്ചൊന്നും അവിടെ ഇല്ല, ജസ്റ്റ് ഈ ബോക്സ് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോയത് വെസ്റ്റ് സൈഡാണ്. അർജുൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. ഞാൻ പിന്നെ ഈ സെക്ഷനിൽ വന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള കാനിസ്റ്ററിൽ അവിടെ കണ്ടു. വേറെ എനിക്കങ്ങനെ വാങ്ങണമെന്നൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്ക് ഓൺലൈനിലും കിട്ടുമല്ലോ, ഇവിടുന്ന് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ ഇതൊന്നും വാങ്ങിച്ചില്ല. ബസ് സൈഡിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ഞാൻ എൻ്റെ ഷോപ്പിംഗ് ഒന്നിങ്ങനെ ആസ്വദിക്കുമ്പോഴേക്കും അത് സംഭവിച്ചു. അവർ തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോൾ ഇതെങ്ങനെ എന്നെ കണ്ടുപിടിച്ചൊന്നും. ഇവർ വന്നു. നമ്മൾ അതുവരെ ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ല. ഇവൻ്റെ ബാഗ് വേണ്ടിയിട്ട് കുറേ ഷോപ്പിൽ ഇങ്ങനെ കയറി നടക്കുക എന്നുള്ളത് അങ്ങനെ ഒന്നും കാര്യമായിട്ട് വാങ്ങിയിട്ടില്ല. പിന്നെ ഇവരെ നോക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി.
അവിടെ നിന്ന് നമ്മൾ കുറച്ച് പാൻറ്റും എല്ലാം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ട്രെയിൻ ഉണ്ടല്ലോ, അപ്പോൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൻ ഇതിൽ കാരണമെന്ന് ഭയങ്കര വാശി. അവരാണ് പറയുന്നത് കുട്ടികളുടെ കൂടെ പാരൻറ്റും പോകണം, ഒരാൾ പോകണം, അപ്പോൾ അവർക്കും എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പെട്രോൾ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. വീട്ടിലെത്തി നമ്മൾ ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോഴേക്കും നല്ലപോലെ ട്രാഫിക് ബ്ലോക്കും മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നന്നായി ലേറ്റ് ആയി. നമ്മൾ വിചാരിച്ചു ട്രെയിൻ കിട്ടില്ല എന്ന്, പക്ഷേ നമുക്ക് ട്രെയിൻ കിട്ടി. പക്ഷേ അടുത്ത ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ ജസ്റ്റ് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിർത്തി വെച്ചു. 4.5 ഓൾമോസ്റ്റ് 5 hours നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. രാവിലെ 5:30 എത്തേണ്ട നമ്മൾ രാവിലെ 10:40 11 o'clock ആകുമ്പോഴാണ് പയ്യന്നൂർ എത്തിയത്. നമ്മൾ വീട്ടിലെത്തി ഒന്ന് സെറ്റായി.